നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി അടിച്ചു കോൺതീറ്റി കിടക്കുന്ന ചൈതന്യെ കാണെ ജാനു വിറഞ്ഞു വന്നു. ഈ അവസ്ഥയിൽ അവരെ ഹോട്ടലിലേക്ക് എത്തിക്കുന്ന റിസ്ക് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ചൈതന്യയുടെ കെട്ടുവിടുന്നവരെ ക്യാരവാനിൽ തന്നെ അവരെ കിടത്താൻ ജാനു കിരണും തീരുമാനിച്ചു. ദൈവമേ, ഇവളിത് എന്ത് ഭാവിച്ച ആരെ ഇവരെ കുടിപ്പിച്ചെടുത്തിയത്? ആവണി, നീ കണ്ടില്ലേ ഇത്? കിരൺ ചോദിക്കുമ്പോൾ ആവണി ടെൻഷൻ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. നോ കിരൺ, ഞാൻ മമ്മിയോട് ഫോണിൽ സംസാരിക്കായിരുന്നു. തിരികെ ക്യാരവാനിൽ കയറിയപ്പോഴാ ഞാൻ ഈ കാഴ്ച കാണുന്നത്. ജാൻ, ഈ കണ്ടീഷനിൽ ഇവരെ ഹോട്ടലെത്തിക്കാൻ പറ്റില്ല. ആരെങ്കിലും വീഡിയോ എടുത്ത് പുറത്തുവിട്ട ഇൻഡസ്ട്രിയൽ പാർട്ടായി നാട്ടുകാരറിയും. തൽക്കാലം നമുക്ക് ഇന്നിവിടെ സ്റ്റേ ചെയ്യാം. ക്യാരവാൻ ഉണ്ടല്ലോ, ഇവർ രണ്ട് ഇതിനുള്ളിൽ കിടക്കട്ടെ. എന്തിനാ ഇതിനുള്ളിൽ കിടക്കുന്നത്? നമുക്ക് നീലാംബരിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാം. നാളെ രാവിലെ തിരികെ ഹോട്ടലിലേക്ക് പോവാം. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആവണി കിരണിനോടായി പറയുമ്പോൾ കിരൺ നോക്കിയത് ജാനെയാണ്. ഒരു താല്പര്യവും ആ മുഖത്ത് കണ്ടില്ല. ശരിയാ, ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് ഇവിടെ തങ്ങാം. നാളെ രാവിലെ പോവാം. ആ മുകുന്ദനുള്ളതുകൊണ്ടാണോ നിനക്ക് മടി? അവനോട് പോവാൻ പറ. നമ്മുടെ കൊച്ചിന്റെ വീടായത്. അല്ലെങ്കിലും മാരേജ് കഴിയും വരെ നിലയുടെയും കാവ്യയുടെയും മേലെ ഒരു കണ്ണുള്ള നല്ലതാണ്. ചില ഞാഞ്ഞൂലുകൾ തലമുക്കിയാലോ? കിരൺ ആ പറഞ്ഞത് തന്നെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായിട്ടും വലിയ മൈൻഡിലാക്കി കേട്ട് നിന്നു ആവണി. പിന്നീട് ജാൻ എതിർത്തൊന്നും പറയാൻ നിന്നില്ല. പ്രേമാണ് ചൈതന്യ എടുത്ത് തറവാട്ടുകളിൽ താഴെ ഒരു മുറിയിലായി കിടത്തിയത്. പ്രേം, യു ആർ സോ ഹോട്ട് മാൻ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു ഭ്രാന്തിയായേനെ. ബെഡിലേക്ക് കിടത്തുമ്പോൾ ചൈതന്യയുടെ നാവിൽ നിന്ന് കുഴഞ്ഞു മറിഞ്ഞു വന്ന വാക്കുകൾ കേട്ട് പ്രേമൊന്ന് പകച്ചു. പക്ഷേ മുറിയിൽ മറ്റാരില്ലെന്നോർത്ത് പ്രേമൊന്ന് സമാധാനിച്ച നിമിഷം തന്നെ ചൈതന്യ പ്രേമിനെ വലിച്ചടുപ്പിച്ച് അവന്റെ ചുണ്ടിലായി അമൃത്തി മുത്തിയിരുന്നു. ഒരു നിമിഷം പുറകിൽ കേട്ട കാൽപെരുമാറ്റം കൂടിയായപ്പോൾ പ്രേമാകെ വിയർത്തു. ഇഷ്ടപ്പെടാത്ത എന്തോ അനുഭവിച്ചെന്ന ഭാവത്തിൽ ചൈതന്യെ തട്ടിമാറ്റി പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പ്രേമ അവരെ ശകാരിക്കും പോലെ പറഞ്ഞു. വിട്, എന്തൊക്കെയാ നീ ചെയ്യുന്നത്? കുടിച്ച് ബോധമില്ലാതെ ആരെ എന്താണെന്ന് നോക്കാതെ ഒരുന്ന് കാട്ടിക്കൂട്ടുക. അതും പറഞ്ഞ് തിരിയുമ്പോൾ പുറകിൽ കൂർത്ത കണ്ണുമായി നിൽക്കുന്ന നീലാംബരിയെ കാണെ പ്രേമൊന്ന് പകച്ചുവെങ്കിലും ഒരു നേരത്തെ ശരി അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഭാവിച്ച പ്രേമിനെ അവൾ പുറകിൽ നിന്ന് വിളിച്ചു. പ്രേം സാറൊന്ന് ഇന്നേ. തിരിഞ്ഞോക്കാൽക്കുന്ന പ്രേമിനടുത്തേക്ക് ചെന്ന് അവന്റെ മുമ്പിൽ കയറിയുന്നവൾ. ലൂക്കൊരു പാവ. അവരുടെ പണവും പ്രശസ്തിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതുടനെ തുറന്നു പറഞ്ഞോളണം. അല്ലാതെ ഒരേ സമയം രണ്ടു വളത്തിൽ കാലുത്താനാണ് ഉദ്ദേശമെങ്കിൽ ലൂക്കെ സ്വന്തം കൂടപ്പിറപ്പായി കരുതി സ്നേഹിക്കുന്ന എനിക്കത് കണ്ടിക്കാൻ കഴിയില്ല. ഞാനായിട്ട് പറയണോ സ്വയം പറയുന്നൊന്ന് പെട്ടെന്ന് തന്നെ ആലോചിച്ച് തീരുമാനിക്കുക. വാട്ട് നീലാംബരി, താൻ എന്തൊക്കെയാ പറയുന്നത്? യു നോ ഐ എം എ ഗേ. എനിക്കെങ്ങനെയാ ചൈതന്യെ? വിക്കി പ്രേം പറയുമ്പോൾ നില കൈയുയർത്തിയാളെ തടഞ്ഞു. കൂടുതൽ വിശദീകരിക്കേണ്ട. നിങ്ങൾ ഗേ ആണെങ്കിൽ ലൂക്ക് നിങ്ങൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും? ആ ഒരു മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടൊരു സ്ത്രീയാണ്. നാളെ ഒരു സമയം ലൂക്ക് ശരീരം കൊണ്ട് സ്ത്രീ എന്ന പൂർണ്ണതയിലെത്തിയ ഗേ ആയ നിങ്ങളെങ്ങനെ അവരെ ആക്സെപ്റ്റ് ചെയ്യും? നിങ്ങൾ ലൂക്ക് നിങ്ങളുടെ പാർട്ട്ണറായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഗേ അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഈ കണ്ടുവെച്ച് എൻ്റെ കണ്ണിൽ പൊഴിയാൻ നോക്കേണ്ടത് നിങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കണ്ടിട്ടുണ്ട്. സ്വയം പെണ്ണാണെന്ന് പറഞ്ഞിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു ഗേ പാർട്ണറെ കൊണ്ട് കറങ്ങി നടക്കുന്നവരെ. അവരുടെയൊക്കെ ഫീലിങ്സ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ലൂക്കെ എനിക്കറിയാം. അതും പറഞ്ഞു നില തന്നെ ആദ്യം മുറിവിട്ടിറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയ നില കാണുന്നത് അവൾ നോക്കി നിൽക്കുന്ന കിരണിനെയാണ്. പക്ഷെ അല്പകലെ നിൽക്കുന്നവൻ മുറിയിൽ നടന്ന സംസാരങ്ങളൊന്നും കേട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്ക് പുറകെ വന്ന പ്രേം കിരണിനെ നോക്കി ചിരിച്ച ശേഷം വേഗത്തിൽ മുറിവിട്ടിറങ്ങി. മാസ് ഡയലോഗും കാച്ചി പുറത്തേക്ക് ഇറങ്ങിയ നില കിരണിനെ കണ്ട് വീണ്ടും തന്റെ റിയാലിറ്റിയിലേക്ക് തിരികെ വന്നു. അവളിലെ ഉറങ്ങിക്കിടന്ന നാഗവല്ലി തെക്കിനിയിലേക്ക് ഓടി ഒളിച്ചു. അവനൊരു ചെറുചിരിയോട് അടുത്തേക്ക് വരുമ്പോൾ നില അവനെ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. ഏട്ടൻ, തന്റെ സ്വന്തം ഏട്ടൻ. താൻ ആരാണെന്നറിയുന്ന നിമിഷം കിരണേട്ടനാവും ആദ്യം തന്നെ വെറുക്കുക. മനസ്സിലായി ഓർത്തതും കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. എന്റെ പൊന്നെ, നിനക്കറിയാതെ നീ വന്നേ മോളെ. ഓടി വന്ന് അവനവളെ കെട്ടിപ്പിടിച്ചു. ഇതിൽ കൂടുതൽ നീ കിരണേട്ടിന് പറ്റില്ല മോളെ. മാക്സിമം ഒരു ദിവസം. അതിനപ്പുറം നിന്നോട് പിണങ്ങിയിരുന്ന് നിന്നെ ഒന്നും പഠിപ്പിക്കേണ്ട നിന്റെ ഏട്ടന്. അവൻ പറയുമ്പോൾ നിറകണ്ണുകളോട് അവന്റെ മുഖത്തേക്ക് നോക്കി നില. എന്ത് പഠിപ്പിക്കാൻ? അവൾ ചോദിക്കുമ്പോൾ അവനൊന്ന് ചിരിച്ചു. താനും ജാനും ചേർന്ന് നീലാംബരിയെ പ്രതികരിക്കാൻ പഠിപ്പിക്കണമെന്നൊരു തീരുമാനത്തിൽ അവർ തോറ്റുപോയ കാര്യം കിരൺ പറയുമ്പോൾ അവളുടെ മുഖത്തെ ഒരു ചെറുപുഞ്ചിരി മുട്ടിട്ടു. ഞാനും നിന്റെ ഉണ്ണിയേട്ട് നിന്നെ മൈൻഡ് ചെയ്യാതെ ഈ വഴി തേരാപാരം നടന്നിട്ട് നീ എന്താണ് കാര്യം എന്നൊരു വാക്ക് ചോദിച്ചില്ലല്ലോടി. നിനക്ക് ഒട്ടും സങ്കടമായില്ലേ? അവന്റെ പറച്ചിൽ കേട്ടിട്ട് അവൾക്ക് ചിരിയാണ് വന്നു. എന്ത് ചോദിക്കാനാണ്? താൻ ഇത്രയും സിമ്പിളായിട്ടല്ലല്ലോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയത്. കിരണും ജാനും തന്നെ പറ്റി എന്തൊക്കെയോ മനസ്സിലാക്കിയെന്നൊരു ഫീലായിരുന്നു തനിക്കെന്ന് അവൾക്കവിടെ പറയാൻ പറ്റില്ലല്ലോ. അവളെ ചേർത്ത് പിടിക്കുമ്പോഴും കിരണിന്റെ മനസ്സിൽ ആദ്യമായിരുന്നു. കാലികയൻ എന്ന കാലി സമനില തെറ്റി മെന്റൽ ഹോസ്പിറ്റലിൽ മതിൽ ചാടി രക്ഷപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞാണ് ജാൻ UK-യിൽ നിന്നും പ്രൈവറ്റ് ജെറ്റിൽ പറന്നിറങ്ങിയെന്നും ഓടിപ്പിടഞ്ഞ തറവാട്ടിലേക്ക് എത്തിയെന്നും നീലാംബരിക്ക് അറിയില്ലല്ലോ. ഭയം വിട്ടുമാറാൻ നീലാംബരിക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്ന് തങ്ങളെക്കാൾ നല്ലപോലെ മറ്റാർക്കാണ് അറിയുക.
ജാന്റെ നെഞ്ചിനെ കീറി മുറിക്കുന്ന വേദനയും നീലാംബരി തന്നെയാണ്. ഒപ്പം തന്റെയും. കണ്ണുകൾ മുറുക്കി അടച്ചു നിന്ന് പോയി കിരൺ. ആ ഏട്ടനും പെങ്ങളും സെറ്റായോ? കിരൺ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ആ തത്തിനിട്ട് പൊട്ടിച്ചൊരെണ്ണം. അയാൾക്കത് രോമത്തിൽ പോലും കൊണ്ടില്ല. അത് വേറെ കാര്യം. അകത്തേക്ക് വന്ന കാവ്യ പറയുമ്പോൾ കിരൺ വിശ്വസിക്കാനാവാ നീലാംബരിയെ നോക്കി. ആണോടി എന്റെ പൊന്നു മോളെ, പേടിയാണെങ്കിൽ ഇങ്ങേയറ്റം, ധൈര്യമാണെങ്കിൽ അങ്ങേയറ്റം. നിനക്കിത് ആരുടെ സ്വഭാവ? കിരൺ കണ്ണു തള്ളി ചോദിക്കുമ്പോൾ കാവ്യ ചിരിയോടെ പറഞ്ഞു. ആദ്യം പറഞ്ഞ ഭദ്രമ്മയുടെ സ്വഭാവം, രണ്ടാമത് പറഞ്ഞ നാദശ്. കാവ്യ പറയാമെന്നങ്ങ് വിഴുങ്ങി. അല്ല, അവളുടെ അച്ഛന്റെ സ്വഭാവമായിരിക്കും. കാവ്യ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. നീല നെഞ്ചിലൊന്ന് കൈവച്ച് പോയി. നീലാംബരിയുടെ തുറിച്ചു നോട്ടം താങ്ങാനാവാതെ കാവ്യ പറഞ്ഞുകൊണ്ട് ഓടി. ഞാൻ കുളിക്കാൻ പോവാ, നീയും വാ. മഴ തകർത്തു പെയ്തു. നീലയും കാവ്യയും കുളി കഴിഞ്ഞ് ഓടി ഉമ്മറത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ആകെ നനഞ്ഞു കുതിർന്ന് ഉമ്മറത്തിൽ നിൽക്കുന്ന ജാനയാണ്. കുറച്ചപ്പുറം മാറി ലാവണിയുമായി നിൽപ്പുണ്ട്. ചുമരിൽ ചാരി ആവണിയുമുണ്ട്. കിരൺ ഫോണിൽ നോക്കി നിൽപ്പാണ്. എല്ലാവരുടെയും നോട്ടം ജാന്റെ നനഞ്ഞൊട്ടിയ ദേഹത്തേക്ക് തന്നെയാണ്. അപ്പോഴാണ് ഭദ്ര ഒരു തോർത്തുമായി ഓടിപ്പിടഞ്ഞു വന്നപാട് ഏന്തി വലിഞ്ഞ ഭദ്ര ജാന്റെ തലതോർത്തി കൊടുക്കാൻ തുടങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇന്ന് പോണ്ടാന്ന്. നീലാംബരി പോലെ അനുസരണ തീരല്ല ഈ കുട്ടിക്കും. എനിക്ക് എത്തണില്ല, അവിടെ ഇരിക്കും. ചാരുവഴിയിൽ പിടിച്ചിരുത്തി അവന്റെ തലയിൽ അമർത്തി തുടക്കുമ്പോൾ ഭദ്ര സ്നേഹത്തോടെ ഓരോന്ന് പിറുവിരുത്തുകൊണ്ടിരുന്നു. ചെറുപുഞ്ചിരിയോടെ അവൻ ഭദ്രയുടെ കയ്യിൽ നിന്ന് തോർത്തു വാങ്ങി മുഖവും കൈയുമൊക്കെ തുടച്ചു. വേറെ ഉടുപ്പുണ്ടോ മോനെ? എങ്കിൽ പോയി കുളിച്ചു വരും, ഇല്ലേ പനി പിടിക്കും. മഴ നനഞ്ഞതാ. അയ്യോ നെഞ്ചി തണുപ്പടിക്കും, ഈ ഉടുപ്പ് അഴിച്ചു തന്നേ. അവന് നനഞ്ഞ നെഞ്ചിൽ കൈവച്ചൊരു കൊച്ചുകുട്ടിയോടെന്ന പോലെ ഭദ്ര പറയുമ്പോൾ ജാൻ അവരെ കൗതുകത്തോടെ നോക്കി. നീലാംബരി വായും തുറന്ന് നോക്കി നിന്ന് പോയി. ഇവിടെ കുളിച്ച ശേഷം അത്യാവശ്യം മഴയും നനഞ്ഞുകൊണ്ടാ താനും കാവ്യം വന്ന് നിൽക്കുന്നത്. ആ തങ്ങളെയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ജാന സ്നേഹത്തോടെ പരിപാലിക്കുന്ന അമ്മയെക്കാണ് അവളിൽ കുറച്ചധികം കുശുമ്പ് മുളവൊട്ടി. ഏയ് ഭദ്രമേ, ഞാൻ ഡ്രസ്സിങ് ചെയ്തോളാം. ആക്ച്വലി എനിക്കൊന്ന് പുറത്തു പോകണം. സോ ഒന്നും പറയണ്ട, പറയണത് അങ്ങോട്ട് അനുസരിക്കുക കുട്ടി. ഈ ഉടുപ്പ് അഴിച്ചു തന്നേക്ക്. എന്നിട്ട് ഈ തോർത്ത് തോളിലൂടെ ചുറ്റി കുളിമുറിയിലേക്ക് പോകും. മാറ്റാൻ വേറെ ഉടുപ്പിലെ ജംഗ്ഷനിൽ ഒരു കടയുണ്ട്. കിരൺ മോൻ പോയി വാങ്ങി വരും. ഭദ്ര പറയുന്ന കേട്ട് തൂണ് ചാരിയുന്ന കിരൺ തൂണ് വിട്ടെന്ന് മാറിപ്പോയി. അയ്യോ എൻ്റെ അമ്മേ, ഇവൻ ആ ഡ്രസ്സൊന്നും പിടിക്കില്ല, അലർജിയാ. ഇവന് വില കൂടിയ ബ്രാൻഡഡ് ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ ചൊറിച്ചിൽ വരും. അത് കേട്ട് നീലാംബരി ഉറക്കെ ചിരിച്ചു. കാവ്യ പൊട്ടി വന്ന ചിരി കടിച്ചമർത്തി നിലയൊന്ന് പിച്ചി. ജാൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി. ശേഷം പെട്ടെന്ന് എഴുന്നേറ്റ് തൻ്റെ ഒരു ഷർട്ട് താഴെ നിന്ന് മുകളിലേക്ക് വലിച്ചൂരി. ചുമരും ചാരിയുന്ന മായില ആവണിയൊക്കെ ആ കാഴ്ച കണ്ട് പെട്ടെന്നൊന്ന് നിവർന്നു പോയി. മൂന്നിന്റെയും കണ്ണുകൾ ഇപ്പോൾ വായിൽ വീഴുന്ന പോലെ കണ്ണു തള്ളി വായ തുറന്നങ്ങനെ നിന്നു. കാവ്യ വായ കുത്തി പിടിച്ച് അകത്തേക്ക് ഓടി. നീലാംബരി മിഴിഞ്ഞു വന്ന തന്റെ കണ്ണുകൾ ഒന്ന് രണ്ടു വട്ടം ഒന്ന് ചിമ്മിക്കൊണ്ട് ചുറ്റും നോക്കി. അതെ, പെൺതരികളുടെ നോട്ടം മുഴുവൻ ചെക്കന്റെ 6 പാക്ക് ബോഡിയിൽ തന്നെയാണ്. അവന്റെ ട്രിം ചെയ്ത രോമങ്ങൾ ഒതുക്കി ഉറച്ച നെഞ്ചിൽ കിടക്കുന്ന പുതിയ റോസ് ഗോൾഡ് ചെയിനും ഒരു ഏലസും കാണെ നിലയുടെ കണ്ണെന്ന് പൂർത്തു. ഏലസ് എവിടെയോ കണ്ട പോലെ. ദേവിയെ, അതെന്റെ ഏലസല്ലേ? അമ്മയെങ്ങാനും കണ്ട കഴിഞ്ഞു. അറിയാതെ അവൾ തലയിൽ കൈവച്ചു പോയി. എന്താ കുട്ടികളെ നോക്കി നിൽക്കുന്നേ? അകത്തേക്ക് കയറിപ്പോവും. ആ കുട്ടിക്ക് ഒരു സ്വകാര്യത വേണ്ടേ? നോക്കി നിൽക്കുക എല്ലാം കൂടി. നിന്നോട് ഇനി പ്രത്യേകം പറയണമെന്നില്ല. അകത്ത് പോയി രാഷ്ട്രാതിശൂർണ്ണം എടുത്തിട്ട് വരൂ. ഭദ്ര പറയുമ്പോൾ മുഖവും വെട്ടിച്ച് മായിലാവണി അകത്തേക്ക് പോകുമ്പോൾ ആവണിയും വെള്ളമിറക്കി അകത്തേക്ക് പോയി. നീലാംബരി പോവാൻ നേരം ജാനെ നോക്കിയപ്പോൾ കണ്ടു. അവളെ ഒന്ന് അടിമുടി നോക്കി. കഴുത്തിൽ കിടക്കുന്ന ചെയിൻ ചൂണ്ടുവിരൽ കൊണ്ട് കോർത്ത് കറക്കിയാണ് ചെക്കൻ. ശേഷം മേലസ് കയ്യിലെടുത്തൊന്ന് കടിച്ചു പിടിച്ചു. കയ്യിലിരുന്ന തോർത്ത് തോളിലൂടെ ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോയി അവൻ. എല്ലാം കണ്ടിരുന്ന കിരണൊന്ന് പുച്ഛിച്ചു. ഇതൊക്കെ എത്ര കണ്ടതാ എന്ന പോലെ. അയ്യോ, നീലാംബരി ഒന്ന് വിശ്വസിച്ചു പോയി. ഒരേലസ് കാരണം മനുഷ്യന്റെ ഉറക്കം നശിച്ചിട്ട് കുറെ കാലായി. പിറുവിറുത്തുകൊണ്ട് അവൾ ഗോവണി കയറി ഓടി. ക്യാരവാനിൽ കരുതിയ ഡ്രസ്സ് എടുത്തു വന്ന കിരണാണ്. ഇരുവരും കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ കണ്ടു ഭദ്ര അപ്പോഴും ഉമ്മറത്തവരെ കാത്തു നിൽപ്പാണ്. അപ്പോഴേക്കും നിലയും കാവ്യയും നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി കാവ്യയിൽ വിളക്കും വെച്ച് തിരികെ ഉമ്മറത്തേക്ക് എത്തിയിരുന്നു. ജാനൊരു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം. ഉമ്മറത്തേക്ക് കയറി നീലാംബരിയെ കയ്യിലെ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് അവനെ നോക്കി. കടും പച്ച കളറിൽ ഓറഞ്ച് ബോർഡറുള്ള ധാവണിയാണ് അവിടെ വേഷം. കാവ്യ ഒരു ലോങ് ടോപ്പും പാൻറ്റുമാണ്. നില നെറ്റിയിൽ ചാർത്തിയ മഞ്ഞൾക്കുറിയിൽ അവന്റെ കണ്ണുകൾ ഉടക്കി നിന്നു. ഞാൻ ചുക്കാപ്പി എടുക്കാം, മഴ നനഞ്ഞല്ലേ, പനി എങ്ങാനും വന്നാലോ? അതും പറഞ്ഞ് ഭദ്ര അടുക്കളയിലേക്ക് പോയി. കാവ്യ കിരണിന്റെ അടുത്തേക്ക് പോയി ചേർന്ന് നിന്നു. അവൻ അവളെ തോളിലൂടെ കൈ ചുറ്റി അവളെയും കൊണ്ട് ഉമ്മറത്തുനിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ഉണ്ണിയേട്ടാ, ദേ രാഷ്ട്രാതി ചൂർണം. പെട്ടെന്ന് കേട്ട ശരീരിൽ നില ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും കണ്ടു. നാളത്തോടെ കയ്യിൽ കരുതിയൊരു കുഞ്ഞു ചെപ്പ് ജാന് നേരെ നീട്ടുന്ന മായെ. ഉണ്ണിക്കുട്ടൻ എന്ന പേര് മായ വള്ളിയും പുള്ളിയും വെട്ടി ഉണ്ണിയേട്ടനെന്നാക്കിയതാണ്. മായ തുറന്നു പിടിച്ച ചെപ്പിൽ കാണുന്ന ചുമന്ന പൊടി എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. ഇതേ സമയം ഇടുപ്പിൽ കൈകുത്തി പുരികമൊന്ന് ചുളിച്ചുകൊണ്ട് ഒരു നിമിഷം ജാൻ അവളെ നോക്കി നിന്നു. അച്ചമ്മയും അമ്മയൊക്കെ ചിലപ്പോൾ തലയിൽ തിരുമ്മി തരാറുള്ള ഓർമ്മ വന്നു അവന്. അത് ഇത് തന്നെയാണോ എന്ന് അവൻ അറിയില്ല.
അതൊന്നും കാര്യമായി ഇന്നേ അവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഞാൻ തിരുമ്മി തരട്ടെ? മായയുടെ അടുത്ത ചോദ്യം വന്നു. നീലാംബരിയുടെ ബാധ അതുവഴി നടന്നുപോയപ്പോൾ കേട്ടതാണ് മായയുടെ നേരത്തെ ശബ്ദം. പിന്നെ ആ ബാധയെ പിടിച്ച് ദേഹത്ത് കയറ്റി മായ കത്തുന്ന ഒരു നോട്ടത്താൽ ആണിയടിച്ച് തറച്ചുന്നില്ല. തിരുമ്മി കൊടുക്കാൻ ഞാനിവിടെ നിൽക്കുന്ന നീ കണ്ടില്ലേ? നീ അകത്തേക്ക് വെക്കോ. ഇന്നാ തിരുമ്മി കൊടുത്തോ. അതിന് ഞാനകത്ത് പോകുന്നതിനാ? ചെപ്പ് നിലക്ക് നേരെ നീട്ടി മായ രണ്ടും കൽപ്പിച്ച് പറയുമ്പോൾ നീല ഇവളെ എങ്ങനെ ഒഴിവാക്കണമെന്നറിയാൻ നിന്നുപോയി. അത് പിന്നെ നീല ജാനയെ നോക്കി. കുളി കഴിഞ്ഞു വന്നുകൊണ്ട് തന്നെ കണ്ണൊക്കെ ചോമ്പിച്ച് മുടിയൊക്കെ ആകെ ഉലഞ്ഞ് ചുള്ളനായി നിൽപ്പാണ് ചെക്കൻ. പോരാത്തതിന് മുഖൽപ്പം താഴ്ത്തി കണ്ണുകൾ കൂർപ്പിച്ച് അവളുടെ ഇരുകണിലും മാറി മാറി നോക്കുന്നുമുണ്ട്. അവന്റെ കണ്ണിൽ തന്നെ നോക്കി അവൾ മായക്ക് മറുപടി നൽകി. അത് എനിക്ക് അല്ല, ഞങ്ങൾക്കല്പം പ്രൈവസി വേണം, നീ പൊക്കോ. മായ ചാടിത്തുള്ളി അകത്തേക്ക് പോയി. ജാന്റെ അടുത്തേക്ക് നടന്നു വന്ന് നിലാവനെ നോക്കി. മടിച്ച് വലത് കയ്യിലിരുന്നുള്ള രാസ്നാദിപ്പൊടി കയ്യിലെടുത്ത് അവന്റെ തലയിലേക്ക് ഉയർത്തിയതും അവനൊന്ന് നിവർന്നു നിന്നു. എനിക്ക് എത്തണില്ല, ഇവിടെ നിന്ന് ഇരിക്കുകയോ? ഇല്ലെങ്കിലോ? പതിഞ്ഞ ഉറച്ച സ്വരത്തിൽ അവൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എനിക്കെന്താ, മഴ നനഞ്ഞു കുളിച്ചല്ലേ, പല പനിയോ മറ്റോ വരട്ടെ. അപ്പൊ ഞാൻ ആ മായയെ വിളിക്കാം, അതല്ലേ നല്ലത്. കുറുമ്പോടകത്തേക്ക് നോക്കി ഞാൻ പറയുമ്പോൾ നീലാംബരിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ, ഒന്ന് ഇവിടെ ഇരുന്നേ, ഇല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്തുണ്ടെന്ന് എനിക്കാ. അപ്പോഴവൻ അങ്ങനെ തന്നെ നിന്നു. അവന് നെഞ്ചിൽ പിണച്ചു കെട്ടിയ കയ്യിൽ ഇടത് കൈ കൊണ്ട് പിടിച്ചു വലിച്ച് ചാരുപടിയിലേക്ക് ഇരുത്തിയവൾ. ശേഷം അവന്റെ ഇരുകാലുകൾക്കിടയിലായി നിന്ന് അവന്റെ മുടി അല്പം വകഞ്ഞു മാറ്റി അവിടേക്ക് രാസ്നാദി പൊടിയിട്ട ശേഷം തിരുമാൻ തുടങ്ങവേ ജാൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ ഒരു നിമിഷം അവൾ കുടുങ്ങി കിടന്നുപോയി. ആ നിമിഷം തന്നെ നഗ്നമായ തന്റെ ഇടുപ്പിൽ തണുപ്പുള്ള എന്തോ ഇഴയുന്ന അവൾ അറിഞ്ഞു. അവൾ മുഖം താഴ്ത്തിയൊന്ന് നോക്കിയതും കണ്ടു ധാവണിക്കിടയിലൂടെ തന്റെ വയറ്റിലേക്ക് ഇഴഞ്ഞു കയറുന്ന അവന്റെ വലത് കൈ വിരലുകളെ. അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ ഇടത് കൈയാൽ അവൾ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിക്കുമ്പോൾ അവളുടെ മാറിലായി അവന്റെ മുഖം അമർന്നിരുന്നു. ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൾ പിടഞ്ഞു. ഉണ്ണിട്ട് വിട്ടേ, ആരെയും കാണും. അടങ്ങി നിൽക്കുന്നില്ല, നിനക്കല്ല പ്രൈവസി വേണമെന്ന് പറഞ്ഞ്. ഇതൊക്കെ ചെയ്യാനല്ലാതെ പിന്നെ എന്തിനാ പ്രൈവസി? ശ്വാസം കൂടിക്കലർന്ന അവന്റെ ശബ്ദത്തിൽ ശരീരം തളർന്നു പോകും പോലെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകളിൽ നിന്നും നോട്ടം താഴേക്ക് ചലിപ്പിച്ചുകൊണ്ട് തന്റെ മുഖത്തിന് നേരെ ചേർന്നിരിക്കുന്ന അവളുടെ മാറിടത്തിലേക്ക് നോക്കിയ ശേഷം ആ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം വീണ്ടും താഴേക്ക് പോകുന്നവൾ കണ്ടു. പതിയെ അവളുടെ ധാവണി വകഞ്ഞു മാറ്റി വെളിവായ അവളുടെ വെളുത്തു തുടുത്ത വയറിലൊന്ന് തഴുകിയ നിമിഷം അവന്റെ കയ്യിൽ അവളുടെ കൈയൊന്ന് മുറുകി. തടസ്സം പിടിച്ചു വന്ന അവളുടെ കൈ തട്ടി മാറ്റി കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കിയ ശേഷം അവളുടെ ഇടുപ്പിലായി അവനൊന്ന് അമർത്തി പിടിച്ചു. ചെക്കൻ്റെ തള്ളവിരൽ അവളുടെ നാഭിച്ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. മിനുസമുള്ള വെളുത്ത വയറിൽ ആഴമേറിയ പൊക്കിൾ ചുഴി കാണെ അവൻ കീഴ്ച്ചുണ്ട് നനച്ചുകൊണ്ട് എന്തിനോ വേണ്ടി അനുവാദം ചോദിക്കുമ്പോൾ ഒരു നോട്ടം കൊടുത്തു അവൾക്ക്. ഈ നോട്ടവും ഭാവവും അവൾക്കറിയാം. തന്നെ ചുംബിക്കാൻ തുടങ്ങും മുമ്പുള്ള തയ്യാറെടുപ്പാണെന്ന് മനസ്സിലാക്കിയ നിമിഷം അവൾ പിടപ്പോടെ ചുറ്റുമൊന്ന് നോക്കി. ആ നിമിഷം തന്നെ അവൻ കുനിഞ്ഞു വന്ന അവളുടെ ആഴമേറിയ നാഭിച്ചുഴിയിൽ ചുണ്ടുകൾ അമർത്തിയൊന്ന് മുത്തി വെച്ചുകൊണ്ട് മുഖം ഉയർത്തി നോക്കിയതും കണ്ടു. കണ്ണുകൾ മുറുക്കെ അടച്ചു പിടിച്ച് ചുണ്ടു കൂട്ടി പിടിച്ച് നിൽക്കുന്നവളെ ചെറുചിരിയോട് ഒരിക്കൽ കൂടി ആണിവയറിലേക്ക് നോക്കിയതും കണ്ടു. വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ച് വിറപ്പിക്കുകയാണവൾ. ആ പൊക്കിൾ ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങി നാവിനാൽ മധുരം നുണയാനെന്ന പോൽ അവനൊരിക്കൽ കൂടി താഴ്ന്നു വന്നതും അവൾ കുതിറിക്കൊണ്ട് അവന്റെ അരികിലായിരുന്നു. പെട്ടെന്നാണ് ഭദ്ര ഒരു ഗ്ലാസ്സിൽ ആവി പറക്കുന്ന ചുക്ക് കാപ്പിയുമായി അവിടേക്ക് വന്നത്. ആ നിമിഷം തന്നെ നില ജാന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റു. ഒരു മടിയോടെ അവൻ ആ കാപ്പി വാങ്ങി പതിയെ ഒന്ന് കുടിച്ചു. നാവിൽ ചുക്കിന്റെയും കുരുമുളകിന്റെയും എരിവേറിയതും ചെക്കന്റെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ തന്നെ വേണമെന്ന ഭാവത്തിൽ നില അവനെ നോക്കി കളിയാക്കിയ നിമിഷം ഭദ്ര അവനെ നോക്കി ശാസിച്ചു. നിന്ന് ചിരിക്കാണോ കുട്ടി വേണ്ടേ? മോൻ ഇതൊന്നും ശീലണ്ടാവില്ല, അതാ എരിവ് പിടിക്കാത്ത. അതെ, തീരെ ഇല്ല. അതെ, ശീലം തീരെ ഇല്ല. എരിവില്ലാത്ത കാടിയും പുല്ലും വൈക്കോലും കഴിച്ച ശീലം. അവളുടെ സംസാരം കേട്ട് നിനക്ക് ഞാൻ തരാമെന്ന പോലെ നോട്ടം നോക്കി അവനൊരു ചിരിയോടെ തലയാട്ടി അവൾ അകത്തേക്ക് കയറിപ്പോയി. ലൂക്കയും പ്രേമിന്റെ കാറിൽ ഹോട്ടലിലേക്ക് തിരികെ പോയിരുന്നു. ആവണി ഭക്ഷണം കഴിക്കാതെ നേരത്തെ തന്നെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. നീലാംബരിക്ക് ചെറിയൊരു പണിയെടുക്കണമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് പല പ്ലാനുകളും മെനഞ്ഞുകൊണ്ടിരുന്നു ആവണി. ഇപ്പോഴാകുമ്പോൾ തറവാട്ടിലുള്ളവരെ സംശയിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ശശിധരന്റെ കുടുംബം നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് ഉമ്മറത്തൊരു മൂലയിലായി ഒത്തുകൂടി. ചെക്കന്മാര് ശശിധരനെ ഊശിയാക്കിയതറിയെ ദത്തന് മുഖത്തിന് ആദ്യം ചിരിച്ചെങ്കിലും പിന്നീട് ദുഷ്ടക്കൂട്ടങ്ങൾ കൂട്ടം കൂടി അടുത്ത പദ്ധതി പ്ലാൻ ചെയ്യാൻ തുടങ്ങി. രാത്രി അത്താൻ കഴിക്കാൻ സമയത്തും ജാനകിരണം തിരികെ വരാത്ത കാണെ ഭദ്രക്ക് വല്ലാത്ത ആവലായി തോന്നി. നിങ്ങളോട് പറഞ്ഞിരുന്നോ അവര് പോകുന്ന കാര്യം? വേറെ നിവൃത്തിയില്ലാതെ ഭദ്ര കാവ്യയോട് നിലയോട് ചോദിച്ചു. ആ പുറത്തു പോകുന്ന കിരൺ പറഞ്ഞിരുന്നു ഭദ്രാമേ. അല്ലെങ്കിൽ അവർ ക്യാരവാനിൽ കിടക്കുന്ന പറഞ്ഞ്. അതുകൊണ്ട് ഭദ്രാമ വിഷമിക്കണ്ട, അവർ രാത്രി വന്നോളും.
കാവ്യ പറയുമ്പോൾ ഭദ്ര ഒന്ന് വിശ്വസിച്ചു. ഇന്നത്തെ ദിവസം കാവ്യ നിലയിൽ നീലാംബരിയുടെ മുറിയിലാണ് ഉറങ്ങാൻ കിടന്നത്. പുറത്ത് നല്ല മിന്നലും മഴയുമാണ്. ഏറെ നേരെ ഇരുവരും ഓരോന്ന് പറഞ്ഞു കിടന്ന ശേഷമാണ് ഉറക്കത്തിലേക്ക് വീണത്. തറയിണക്കടയിൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതറിയെ ഉറക്കച്ചടകൾ തപ്പിപ്പിടിച്ചുകൊണ്ട് നീല ഫോൺ എടുത്ത് നോക്കി. വാട്സാപ്പിൽ ജാന്റെ മെസ്സേജാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു ഔട്ട് സൈഡ്. ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. ഫോണിൽ ഒരിക്കൽ കൂടി സമയം നോക്കി. 11:55. ഈ സമയം എങ്ങനെ പുറത്തു പോകും? ഉറങ്ങാതെ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ തന്നെ കാണില്ലേ? വിളിച്ചിട്ടും പോവാതിരുന്നാൽ ഉണ്ണിയേട്ടൻ എന്ത് കരുതും? അല്ലെങ്കിൽ തന്നെ ഈ സമയം ഉണ്ണിയേട്ടൻ ഒറ്റയ്ക്ക് തറവാട്ട് പുറത്ത് നിൽക്കുന്നത് ശരിയാണോ? ഇങ്ങനെ പലവിധ ചോദ്യങ്ങൾ മനസ്സിനെ കുഴപ്പിക്കുമ്പോൾ മഴയുടെ ഒച്ചയിൽ അവൾ ഭയപ്പെട്ടു. ഈശ്വര, ഇനി മഴ തന്നെയായിരിക്കോ? ഇടിയുണ്ടല്ലോ. ഫോൺ കയ്യിലെടുത്ത് അവളവനെ കുറെ തവണ വിളിച്ചു. ഫോൺ എടുത്തില്ല. അലമാര തുറന്നൊരു കുടയും കയ്യിലെടുത്ത് അവൾ പതിയെ മുറിക്ക് പുറത്തിറങ്ങി. തറവാടിന് ഉൾവശം നല്ല ഇരുട്ടാണ്. നടുമുറ്റത്തേക്ക് മഴ പെയ്തിറങ്ങുന്ന ഒച്ചയ്ക്ക് പോലും വല്ലാത്ത ഭീകരത തോന്നി അവൾക്ക്. എങ്കിലും ജാന്റെ ഓർമ്മ വന്ന നിമിഷം അവൾ വേഗത്തിൽ ഗോവണി ഇറങ്ങി. താഴെ എത്തിയപ്പോഴേക്കും അവൾ പതിയെ ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും ഉറങ്ങിയ ലക്ഷണമാണ്. മുന്നിലെ വാതിൽ പതിയെ തുറന്ന് അവൾ പുറത്തിറങ്ങി. വാതിൽ ചാരിയ ശേഷം അവിടെ നിന്ന് കണ്ണോടിച്ചു. ഇല്ല, ആരുമില്ല. ഇനി മെസ്സേജ് വന്ന് തനിക്ക് തോന്നിയതാണോ? വെപ്രാളത്തിൽ ഇറങ്ങുമ്പോൾ ഫോൺ എടുക്കാനും മറന്നിരുന്നു. ഭയങ്കരനാകെ വിറക്കുന്ന പോലെ. തുളസിയുടെ കൂട്ടില്ലാതെ ഈ സമയം പുറത്തിറങ്ങിയിട്ടേയില്ല. അരയിലെ ഏലസ് പോലുമില്ല. കേട്ടുകേൾവിയുള്ള കഥകൾ മനസ്സിലേക്ക് കടന്നു വന്നു. നില എന്ത് ചെയ്യണമെന്നറിയാതെ വിറച്ചുപോയി. രണ്ടും കൽപ്പിച്ച് കൂടെ നിവർത്തിയവൾ മുറ്റത്തേക്ക് ഇറങ്ങി. കാവിലേക്ക് നോക്കുമ്പോൾ ശരീരം തളരുന്ന പോലൊരു ഭയം തോന്നിയ നിമിഷം മറുവശത്തേക്ക് നോക്കി അവൾ നടന്നു. മുല്ലച്ചെടിയുടെ അടുത്തെത്തിയതും അവളുടെ കയ്യിൽ പിടിച്ച ഒറ്റ വലിയായിരുന്നു ജാൻ. മുല്ലപ്പടപ്പിൽ തട്ടിക്കൂടെ പുറകിലേക്ക് മറിഞ്ഞു വീണതും അവൾ അവന്റെ നെഞ്ചിലായി ഇടിച്ചു നിന്നു. അവൻ തന്നെയെന്ന് ഉറപ്പിക്കാൻ മുല്ലപ്പൂവിന്റെ മണത്തിന് പുറമെ അവന്റെ പെർഫ്യൂം സുഗന്ധം മാത്രം മതിയായിരുന്നു അവൾക്ക്. മഴ നനഞ്ഞു കുതിർന്നു നിൽക്കുകയാണ് ചെക്കൻ. ഈ നിമിഷം മുതൽ താനും നനയുകയാണെന്ന ബോധം വന്നു അവൾ അവന്റെ കൈകൾ കിടന്ന് പിടഞ്ഞു. വിട്ട് നനയോ ഉണ്ണിയേട്ടാ, ഞാൻ കോടെടുക്കട്ടെ? നനയട്ടേന്നേ, പനി വരൂ നോക്കാലോ. എന്തായിരുന്നു ആ ടീ? ആ, ചുക്ക് കാപ്പി. നിനക്ക് കുടിക്കണ്ടേ അത്? തനക്ക് സുഖമില്ലേ? പാതിരാത്രി ചുക്ക് കാപ്പി തരാനാണ് ഇയാൾ വന്ന്. ഞാനത്ര പേടിച്ചു എന്നറിയോ? ഫോൺ വിളിച്ചിട്ട് എന്തെടുക്കാഞ്ഞ്? ശബ്ദത്തിലെ പരിഭം തിരിച്ചറിഞ്ഞ നിമിഷം അവനവളെ കളിയാക്കി. ഈ മഴയത്താരാന്നില്ല ഫോൺ കൈ കൊണ്ട് എടുക്കുന്നത്? വാട്ട് ആൻ ഇഡിയറ്റ് യു ആർ. ആ അത് പോട്ടെ, എന്തിനാ ഇപ്പം എന്നെ വിളിച്ച്? രാവിലെ മുതൽ വലിയ ചാടയായിരുന്നല്ലോ. ആ അവണിയുടെ എന്തായിരുന്നു ഇത്രയും ഇളക്കം? അടുത്തു പോയി ചേർന്ന് ഒട്ടി നിൽപ്പുണ്ടായിരുന്നല്ലോ. പണ്ടേ ഞാൻ പറയാറില്ല ഇയാൾക്ക് ആളുകുടുംബം വലിയ ചാടയാന്ന്. എന്നിട്ടിപ്പോ രാത്രി ഇരുട്ടിൽ കെട്ടിപ്പിടിക്കാൻ വന്നേക്കുവാ. മാറിക്കേ. അവനെ തള്ളി മാറ്റിക്കൊണ്ട് പെണ്ണ് ചീറുമ്പോൾ അവനവളെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ഒതുക്കി. ഇനി അങ്ങനെ ഉണ്ടാവില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചോളാം ഞാൻ. പോരെ. വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞ വാക്കുകൾ അവളിൽ നിന്ന് കേട്ടതും നിലയുടെ നെറ്റി ഒളിഞ്ഞ്. എന്താണ് വല്ലാണ്ട് കുറ്റബോധം തോന്നുന്നുണ്ടോ മോനെ ജാനേ? അതൊക്കെ എന്നെ പ്രതികരിക്കാൻ പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കണമായിരുന്നു. അവൻ പുറകിലോട്ടെന്ന് ആഞ്ഞുകൊണ്ട് അവളെ നോക്കി. നോക്കണ്ട, കൂട്ടുപ്രതി കുറ്റസമ്മതം നടത്തി തോറ്റുപോയി അല്ലേ? എന്താന്നറിയില്ല, ഇവിടെയുള്ള ചിലരെ കാണുമ്പോൾ എന്തോ വല്ലാത്ത പേടിയാ. അതെന്താ ഉണ്ണിയേട്ടാ അങ്ങനെ? മുഖമുയർത്തി കുഞ്ഞുകുട്ടികളെ പോലെ കൊഞ്ചിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവന്റെ നെഞ്ചൊന്ന് വിങ്ങിപ്പോയി. മിന്നൽ വെളിച്ചത്തിൽ ഇടയ്ക്കിടക്ക് മാത്രം കാണുന്ന തന്റെ പെണ്ണിന്റെ മുഖം കൈക്കുമ്പിൽ കോരിയെടുത്ത് അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി. ഓ മൈ ഗോഡ്, ഹൗ കുഡ് ദേ ഡു സച്ച് എ ക്രൂവൽ തിങ്? ഭദ്ര പറഞ്ഞ ഓരോ കാര്യങ്ങളോർക്കെ അവന്റെ മനസ്സാകെ വിമ്മി. അവളുടെ നെറ്റിയിൽ അമർത്തി അമർത്തി മുത്തിയവൻ. ഉണ്ണിയേട്ടാ, ഇങ്ങനെ മഴ നനഞ്ഞേക്കാന്ന് വല്ല നേർച്ചയുണ്ടോ? പക്ഷേ എൻ്റെ പെണ്ണിനിങ്ങനെ മഴയത്ത് കുളിപ്പിക്കണമെന്ന് ഞാൻ ഇന്ന് ഈവനിങ് വിചാരിച്ച. എന്തോ കുഞ്ഞുനാൾ മുതൽ ഞാൻ അങ്ങനെയാ. ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച അതെങ്ങനെയും നടത്തിയെടുക്കണം എന്നൊരു ചെറിയൊരു വാശി. അപ്പൊ എങ്ങനെയാ? മഴ നനയാന്നുള്ള സുഖമില്ലേ? വല്ലാത്ത വാശിയാണല്ലോ. അതെ, ഞാൻ ഇറങ്ങി വന്നില്ല ഈ വാശിയും പൂട്ടിക്കെട്ടി തിരികെ ക്യാരവാനിൽ പോയി പുതച്ചു മൂടി ഉറങ്ങായിരുന്നു. ആ സമയത്ത് വല്ല പ്രേതം പിടിച്ചോണ്ട് പോകണമെന്ന് കരുതിയാ ഞാൻ വന്ന്, അല്ല വേറൊന്നും കൊണ്ടല്ല. പെട്ടെന്നാണ് വലിയൊരു ശബ്ദത്തോടൊരു മിന്നലുടി ഒരുമിച്ച് ഉണ്ടായത്. അയ്യോ ഉണ്ണിയേട്ടാ! ഒരു നിലവിളിയോടെ നീലാംബരി ജാന വരിഞ്ഞു മുറുക്കി. അവന് അവളെ ചേർത്ത് പിടിച്ച് മുല്ലച്ചെടിക്കിടയിലേക്ക് കയറി. ഇരുവർക്കിടയിൽ ഏറെ നേരം നിശബ്ദ തളം കെട്ടി നിന്നു. വീശിയടിക്കുന്ന കാറ്റിൽ തണുത്തു വിറക്കുന്ന പെണ്ണുടലിന്റെ പിടപ്പ് അവൻ തൊട്ടറിയുമ്പോൾ അവന്റെ ശരീരത്തിന് വല്ലാത്തൊരു ഉഷ്ണമായിരുന്നു. ഉണ്ണിയേട്ടാ, ഒരു പാട്ട് പാടുവോ? അവന് നെഞ്ചിൽ മുഖമിട്ടുരച്ചുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവൻ ചെറുതായൊന്ന് ചിരിച്ച്. ഈ മഴയത്ത് ഞാൻ പാടുന്ന പാട്ട് നീ എങ്ങനെ കേൾക്കാനാണ് നില?
എന്റെ കാതിൽ പാടി തന്നാ മതി, കൊതിയായിട്ടല്ലേ, പ്ലീസ്. പെണ്ണ് നിന്ന് കൊഞ്ചിയതും ചെക്കൻ അതിൽ വീണു. പാടിത്തരാം, പകരം എനിക്ക് കൊതികളും ഞാനും കിടക്കും, സമ്മതാണോ? അതിനു പകരമായി അവൾ അവന്റെ മാറിൽ ഒരിക്കൽ കൂടി മുഖമിട്ടൊന്ന് ഉരുമ്മി. ജാൻ നോക്കിയത് ആകാശത്തേക്കാണ്. കാർമേഘം മൂടിക്കെട്ടിയ മാനത്തെ നിലാവ് അവന്റെ നെഞ്ചിലാണെന്നോർക്കെ അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ കാതിലായി പാടി. തേൻകിനിയും തെന്നലായി നിന്നരികെ വന്നു ഞാൻ, കാതിലൊരു മന്ത്രമായി കാകളികൾ മൂളവേ, നാടൻ കന്നി പെണ്ണേ നാണിക്കാതൻ പൊന്നേ, ആരും കേൾക്കാതുള്ളിൽ മാടപ്രാവോ കുഞ്ചി, ആലോലം കിളിമുത്തേവാതിരരാവിലുരമ്പിളിയ, ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചന്തേലൊരു വണ്ടുണ്ടോ, ചാന്തേറും അവന് നിലാവിനായി അവൻ കാതിൽ ചുണ്ടുകൾ അമർത്തി പാടിക്കൊടുത്തതും അവൾ മാടപ്രാവിനെ പോലെ കുറുകിക്കൊണ്ട് നാടത്തോടെ അവന്റെ മാറിലേക്ക് പതുങ്ങി. എനിക്ക് തണുക്കുന്നുണ്ണിയേട്ടാ. അവൾ കൂടുതൽ ചേർന്നുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. നില, ഗിവ് മി എ കിസ്. ഇതുവരെ നീ എനിക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഈ ഇടനെഞ്ചില് 1000 തവണ ഞാൻ തന്നിട്ടുണ്ടല്ലോ. ഏയ് അതല്ല, ഐ നീഡ് എ ഡീപ് കിസ് നില. ആ നിമിഷം തന്നെ അവന്റെ മാറിൽ നിന്ന് മുഖമുയർത്തി അവൾ വിരൽ തുമ്പിൽ ഉയർന്നു പൊന്തി അവന്റെ നെറ്റിയിലൊന്ന് മുത്തിയ ശേഷം മതിയോ എന്ന പോലെ അവനെ നോക്കിയവൾ. ഏയ് പോരുന്നില്ല. ഒരു പുഞ്ചിരിയോടെ അവൾ അവന്റെ ഇരുകവിളിലും കൈകൾ വെച്ച് അവന്റെ ഇരുകണ്ണിലും മാറി മാറി മുത്തി. പോരാ എന്ന പോലെ ഒന്ന് മൂളിക്കൊണ്ട് അവൻ വിലങ്ങനെ തലയാട്ടുമ്പോൾ ഇരുകവിളിലും മൂക്കിനും തുമ്പിലും താടിത്തുമ്പിലും ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ടവൾ ആ ചുണ്ടിലേക്കൊന്ന് വിരലോടിച്ചു. അവനൊന്ന് ആസ്വദിക്കാൻ പോലും ഇടം കൊടുക്കാതെ മുത്തം തൊട്ടുവെച്ച് അവൾ വേഗത്തിൽ പിന്മാറുമ്പോൾ ചെക്കൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരി അവൾ കണ്ടില്ല. ഇതൊന്നും പോരല്ലോ നില, നിനക്ക് ഞാൻ ഇങ്ങനെയാണ് തന്ന്. എനിക്കൊരു ഡീപ് കിസ്സരാ, നീ ഇവിടുന്ന് പോവില്ല. അവന്റെ വാശിക്കൊപ്പം മഴ കനക്കുമ്പോൾ അവളുടെ കണ്ണുകളിലൊരു മോഹം മിന്നി. ഉണ്ണിയേട്ടാ, ഞാനൊരിടത്ത് ഉമ്മാന്നാ കൂടി പോവോ? അവന്റെ മാറിലേക്ക് അമർന്നുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ ഇരുകയ്യാൽ അവളെ വരിഞ്ഞു മുറിക്കാൻ പറഞ്ഞു. നിനക്കിഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളതുപോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാന്നില്ല. യു ഡോണ്ട് നീഡ് ടു ആസ്ക് പെർമിഷൻ ഫോർ ദാറ്റ്. അവന് മറുപടി കേട്ടതും അവളൊന്നും പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ പിൻകഴുത്തിലായി വലത് കൈ അമർത്തി ഇടത് കൈയാൽ അവന്റെ ഷർട്ടിന്റെ ബട്ടനുകൾ 1-2 പതിയെ അഴിച്ചു. ഷർട്ടിന്റെ കോളർ എന്നകത്തി അവന്റെ കഴുത്തിലെ ടാറ്റോവിലൊന്ന് വിരലോടിച്ചുകൊണ്ട് അവന്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. സമ്മതമെന്നോണം അവനൊന്ന് മൂളിക്കൊടുത്തവും ഒന്നുയർന്ന് അവനിലേക്ക് ആഞ്ഞുകൊണ്ട് അവന്റെ പേരെഴുതിയ ഓരോ അക്ഷരങ്ങളിലും അവൾ ചുണ്ടുകൾ കൊണ്ട് കടിച്ചെടുക്കും പോലെ മുത്തിക്കൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴും അവന്റെ കിതപ്പടങ്ങിയ ശ്വാസം അവളുടെ കാതുകളിൽ പതിയുമ്പോൾ അത് വകവെക്കാതെ അവൾ ചുംബനം തുടർന്നു. അവളുടെ ഇടുപ്പിലുള്ള പിടിമുറുക്കിക്കൊണ്ട് കാറ്റുപോലെ അവൻ അവളുടെ കാതോരം പറഞ്ഞു. ഏയ് ഡോണ്ട് സ്റ്റോപ്പ് നില. നഗ്നമായ വയറിൽ അലിയുന്ന അവന്റെ കൈവിരലുകളുടെ ലാളനയിൽ അവളുടെ ചുണ്ടുകൾക്ക് ആവേശം കൂടുമ്പോൾ അവന്റെ കഴുത്തിലായി പാത തീർത്തുകൊണ്ട് അവ അലഞ്ഞു നടന്നു. അവള് വേഗത്തിൽ പിടിച്ചു മാറ്റി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവൻ വന്യമായി ആഴത്തിൽ ചുംബിച്ചതും നിലവല്ലാതെ പിടഞ്ഞുപോയി. അകത്തുനിന്നും പെട്ടെന്ന് ആരെയോ നിലവിളി കേട്ട നിമിഷം ഇരുവരും അകന്നു മാറി. ഇരുവരും ഭീതിയോടകത്തേക്ക് നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.